തുടർന്ന് തനീമ ദുബായ് യൂണിറ്റ് നിർമ്മിച്ച മരുഭൂമിയിലെ കൊടുങ്കാറ്റ് എന്ന ഓഡിയോ ആൽബത്തിന്റെ പ്രകാശന കർമ്മമാണ് ഈ വേദിയിൽ നിർവഹിക്കുന്നത്. പ്രകാശനം നിർവഹിക്കുന്നത് പ്രഗത്ഭ ഡോക്യുമെന്ററി സംവിധായകനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പാനൽ മെമ്പറുമായ ആദം അയ്യൂബ് അവറുകളാണ്. ഏറ്റുവാങ്ങുന്നത് പ്രഗത്ഭ സിനിമാ സംവിധായകൻ മജീദ് ഗുലിസ്ഥാൻ അവറുകളാണ്. പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി ആദം അയ്യൂബ് സാഹിബിനെയും അതേറ്റുവാങ്ങുന്നതിനു വേണ്ടി മജീദ് ഗുലിസ്ഥാൻ അവറുകളെയും സാദരം ക്ഷണിക്കുന്നു. തുടർന്ന് കലയും ആത്മീയതയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമാപന പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം സഹോദരൻ TP മുഹമ്മദ് ഷമീം അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ സെഷൻ പെട്ടെന്ന് തന്നെ സമാപിക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരം, ഇതിൻ്റെ അടുത്ത സെഷൻ മുതലായവയുടെയൊക്കെ ഒരു സുഗമമായ നിർവഹണത്തിന് വേണ്ടി ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കലയും ആത്മീയതയും എന്നതാണ്. നിലവിലുള്ള ധാരണ പ്രകാരം ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അധ്യക്ഷത വഹിച്ച കബീർ സാഹിബും പ്രഭാഷണം നിർവഹിച്ച TK സാഹിബും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഏതൊരു വസ്തുവിൻ്റെയും ഉപയോഗിത എന്നതിനപ്പുറം അതിന് ആത്മീയമായ ഒരു സ്ഥാനം നൽകുമ്പോഴാണ് കലയുണ്ടാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഗാത്മക പ്രകാശനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്, ഉപകരണങ്ങൾ. സാഹിത്യത്തിലാണെങ്കിൽ അത് ഭാഷയാണ്. ഭാഷ മനുഷ്യന്റെ നാഗരികമായ വികാസവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ഭൗതികമാണ് ആ അർത്ഥത്തിൽ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഏറെ ജനപ്രിയമായി വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന മാധ്യമം എടുത്താൽ അതിലേറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ടൂള് അതിന്റെ ഉപകരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഉപയോഗമുണ്ട്. ഈ ഉപയോഗത്തിനപ്പുറം അതിനൊരു സ്ഥാനം നൽകുക. ഒരുപക്ഷെ ഖുർആൻ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഖിലാഫത്ത് എന്ന ഒരാശയത്തിന്റെ താല്പര്യവും കൂടിയാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള, ഏർപ്പെടുത്തിയിട്ടുള്ള നന്മകൾ മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളിലൂടെ ആ നന്മകളെ വളർത്തുക, അഥവാ അവന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, നിലനിൽക്കുന്ന ചുറ്റുപാടുകൾക്ക് പുതിയ മാനമുണ്ടാക്കുക. ഇതാണ് ഖിലാഫത്ത് എന്നതിന്റെ താല്പര്യങ്ങളിൽ വരുന്ന ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വസ്തുവിന്റെ ഉപയോഗിതക്കപ്പുറമുള്ള ഒരാധ്യാത്മികമായ അസ്തിത്വം അതിന് നൽകുക. പഴയകാലത്ത് നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള പാത്രത്തിന് ഭൗതികമായ ഒരു ഉപയോഗമുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ അതിന്റെ മേലെ ചിത്രപ്പണി എടുക്കുന്നതോടുകൂടി അതൊന്നുകൂടി ആധ്യാത്മികമായ ഒരവസ്ഥയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് എന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കും. ഞാനിവിടെ പറഞ്ഞു, ഭാഷ, കമ്മ്യൂണിക്കേഷനാണ് അതിന്റെ ഭൗതികമായിട്ടുള്ള ഉപയോഗം. അത് സാഹിത്യത്തിലേക്ക് വളർത്തുന്നതോടുകൂടി ഭാഷ ഒരാധ്യാത്മികമായ വിധാനത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതുപോലെ കിനറ്റോസ്കോപ്പ് മുതൽ സിനിമാറ്റോഗ്രാഫി വരെ ലൂമിയർ ബ്രദേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ട് എഡിസണിലൂടെ വികാസം പ്രാപിച്ചിട്ടുള്ള കേവല സാങ്കേതിക വിദ്യ, ഇത് സിനിമയായിട്ട് വികസിപ്പിച്ചത് ഒരുപക്ഷെ ചരിത്രം പറയുമ്പോൾ ഗ്രിഫിത്താണ്. അങ്ങേയറ്റം പിന്തിരിപ്പനായ സാമൂഹിക ബോധം വെച്ച് പുലർത്തുന്ന വർണ്ണവെറിയനായ ഒരാളായിട്ടാണ് ഗ്രിഫിത്ത് അടയാളപ്പെടുത്തപ്പെടുന്നത്. പക്ഷെ സിനിമയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സിനിമാറ്റോഗ്രാഫി എന്ന സാധനത്തെ മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തിപ്പിച്ചത്. അതോടുകൂടി അതിന് ആത്മീയമായ സ്ഥാനം ലഭിക്കുകയാണ്. അങ്ങനെയാണ് സിനിമ പിറക്കുന്നത്. എന്നാൽ ഗ്രിഫിത്തിന് ശേഷം ഐസൻസ്റ്റീൻ ചരിത്രത്തെ കൂടി ഒരു ടൂളാക്കി മാറ്റി. ചരിത്രം എങ്ങനെയാണ് നമ്മുടെ നാഗരികതയെ വികസിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. 1905 നടന്നിട്ടുള്ള പോട്ടംകിൻ കപ്പലിലെ കലാപത്തെ ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ എന്ന സിനിമയായിട്ട് ഐസൻസ്റ്റീൻ പരിവർത്തിപ്പിച്ചപ്പോൾ അതിന്റെ ഒരു ഭൗതികമായ ടൂള് ഈ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന യന്ത്രമാണ്. രണ്ടാമത്തത് ചരിത്രമാണ്. എന്നാൽ ചരിത്രത്തെ മറ്റൊന്നായിട്ടാണ് ഐസൻസ്റ്റീൻ അവതരിപ്പിക്കുന്നത്. 1905 പരാജയപ്പെട്ട കലാപമല്ല ഐസൻസ്റ്റീന്റെ ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. അത് ഒരു വലിയൊരു വിപ്ലവ പ്രഖ്യാപനമായിട്ട്
ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനിൽ ബോൾഷെവിക് വിപ്ലവത്തിന്റെ ഒരു പ്രചോദനങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഐസൻസ്റ്റീന്റെ ഇത്തരത്തിലുള്ള സിനിമകൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക് അതിന്റെ ഉപയോഗിത എന്നതിനപ്പുറമുള്ള ഒരു ആധ്യാത്മിക വിധാനം നൽകുമ്പോഴാണ് കല ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കലയും ആത്മീയതയും തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. എപ്പോഴാണ് ഇവ തമ്മിൽ വേർപെട്ടു പോയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരുപക്ഷെ കൂടുതലായും മതം വല്ലാത്തൊരു ഡോഗ്മറ്റൈസേഷന് വിധേയമായ ഒരു സന്ദർഭത്തിൽ ഉംബർട്ടോ എക്കോവിന്റെ ഒരു കഥാപാത്രമുണ്ട്, ഹോർഹെ, നെയിം ഓഫ് ദ റോസ് എന്ന നോവലിൽ. ഹോർഹെ വല്ലാത്തൊരു ആധ്യാത്മിക മനസ്സ് വെച്ച് കൊടുക്കുന്ന ഒരാളാണ്. ആധ്യാത്മികതയെ സംബന്ധിച്ച് നമുക്ക് നിലവിലുള്ള ഒരു ധാരണയനുസരിച്ച് അങ്ങേയറ്റത്തെ വൈരാഗ്യ ജീവിതമാണത്. അതിൽ പ്രണയം തെറ്റാണ്, കലാപരമായ ആവിഷ്കാരങ്ങൾ തെറ്റാണ്, ചിരിക്കുന്നത് പോലും തെറ്റാണ്. ഹോർഹെയോട് മറ്റൊരു സന്യാസി തന്നെയായിട്ടുള്ള വില്യം ബാസ്കർവിൽ നടത്തുന്നൊരു സംവാദം നോവലിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബാസ്കർവിൽ ചിരിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹോർഹെയുടെ വിശ്വാസമനുസരിച്ച് ചിരിക്കാൻ പോലും പാടില്ല, ഒരിക്കലും ചിരിക്കരുത്. യേശുക്രിസ്തു ചിരിച്ചിട്ടില്ലെന്നാണ് ഹോർഹെയുടെ വാദം. യേശുക്രിസ്തു വളരെ സമർത്ഥമായിട്ട് ആക്ഷേപഹാസ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. ധാരാളം കഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സർഗാത്മക ആവിഷ്കാരങ്ങൾ ധാർമ്മികമായ വളർച്ചയെ, ആധ്യാത്മികമായ വികാസത്തെ എത്രത്തോളം സഹായിക്കുന്നതാണ് എന്നതിന് തെളിവാണ് ക്രിസ്തുവിന്റെ ജീവിതം എന്ന് ബൈബിള് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. പക്ഷെ അതേ അവസരത്തിൽ ഹോർഹെ അങ്ങേയറ്റത്തെ വൈരാഗ്യമാണ് ആത്മീയത എന്ന് വിശ്വസിച്ചു പോയ ഒരാളാണ്. അവിടെയാണ് മതം, ഞാനിവിടെ പറഞ്ഞ ഡോഗ്മയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ചിരിക്കാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, ചിരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ കുരങ്ങിനെ പോലുണ്ടാവും. ചിരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ കുരങ്ങിനെ പോലുണ്ടാവും. വില്യം ഭാസ്കർവിൽ ഒരൊറ്റ വർത്തമാനമാണ് തിരിച്ചു പറഞ്ഞത്, പക്ഷേ കുരങ്ങ് ചിരിക്കാറില്ല. കുരങ്ങന്മാർ ചിരിക്കാറില്ല. ലോകത്ത് ചിരിക്കുന്ന ഒരേ ഒരു ജന്തുവേ ഉള്ളൂ, അത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ ചിരിക്കണം. ചിരിയും ഒരു വിപ്ലവ പ്രവർത്തനമാകാം, ഒരാധ്യാത്മിക പ്രവർത്തനമാകാം. ചിരിയെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, ചാപ്ലിൻ മുതൽ ബഷീർ വരെ. ചിരി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വാഭാവികമായൊരു പ്രവണതയെ ഒരു ടൂളായിട്ട് എടുത്തുകൊണ്ട് അതിൽ ആവിഷ്കാരം നടത്തുകയാണ്. അപ്പോഴതൊരു വലിയ സാമൂഹികമായ ദർശനമായിട്ട്, ആശയമായിട്ട് വികസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ചാപ്ലിന്റെ സിനിമകളുടെ സാമൂഹിക ബോധം നമുക്കറിവുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ധാരാളം ചിരിപ്പിച്ചു. അദ്ദേഹം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. ചിരി എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഒരു പ്രക്രിയയെ ഒരു വിപ്ലവാത്മകമായ പ്രവർത്തനമായിട്ട് പരിവർത്തിപ്പിക്കുകയാണ് ഈ പറഞ്ഞ വിധത്തിൽ ചാപ്ലിനും ബഷീറും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക പരിവർത്തനം, ഈ ഒരു ബോധം യഥാർത്ഥത്തിൽ ബഷീറിനുണ്ടായിരുന്നു. ബഷീറിന്റെ കൃതികൾക്ക് ഇവിടെ രാവിലെ നടന്ന സെഷനിൽ കൽപ്പറ്റ നാരായണൻ സാറ് എടുത്തുദ്ധരിച്ചിട്ടുള്ള ബഷീറിന്റെ ഒരു കൃതിയാണ് തേന്മാവ്. അതിന്റെ കഥ അദ്ദേഹം പറഞ്ഞു. അതിൽ ഒരുപക്ഷെ യാദൃച്ഛികമാണോ എന്നറിയില്ല, എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വേറൊരു സംഗതിയാണ്. തേന്മാവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ ഒരു സാഫല്യവും കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കഥ പറയുന്നയാളും അതിലെ മറ്റേ സ്ത്രീയും തമ്മിലുള്ള പ്രണയത്തിന്റെ ഒരു സാഫല്യവും കൂടിയാണ് ഈ തേന്മാവിന്റെ കഷണങ്ങൾ കൊണ്ടുകൊടുത്ത കുട്ടിയോട് ഈ കഥ പറയുന്നയാൾ, ആരുടെ കഥയാണോ പറയുന്നത് അത് മറ്റൊരാൾ ഏറ്റു പറയാൻ, കഥാകൃത്ത് ചോദിച്ചു, എന്താ മോന്റെ പേര്? ഇപ്പൊ പറഞ്ഞു യൂസുഫ് സിദ്ദീഖ്. യൂസുഫ് സിദ്ദീഖ് എന്ന പേര് ഈ മാങ്ങ അണ്ടി അവിടെ നട്ടിട്ടുള്ള, അല്ലെങ്കിൽ മാവിൻ തൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് മരിച്ചു പോയിട്ടുള്ള ആ വൃദ്ധന്റെ പേരാണ്. ആ വൃദ്ധനോട് ഈ ചെറുപ്പക്കാരും പേര് ചോദിക്കണം. അപ്പോഴയാൾ പറഞ്ഞു യൂസുഫ് സിദ്ദീഖ്. പേര് പറഞ്ഞിട്ട് വെള്ളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് മാവിൻ തൈക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അൽഹംദുലില്ല എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ മരിക്കാൻ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അവസാനത്തെ വാക്കുകളാണ് ഇവയൊക്കെ. യൂസുഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു കഥാപാത്രമാണ്. ഖുർആൻ യൂസുഫിനെ സിദ്ദീഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യൂസുഫിനെ സിദ്ദീഖ് എന്ന് ഖുർആനിൽ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യൂസുഫിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നു? നാട്ടിൽ നടത്തിയിട്ടുള്ള വലിയൊരു പരിവർത്തനം, ആ പരിവർത്തനം ഇതുപോലെ നട്ടുനനച്ച് വളർത്തുക എന്ന പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം സാധിച്ചെടുത്തത് എന്ന ഒരു ചരിത്രം വളരെ വ്യംഗ്യമായി എന്നാൽ മനോഹരമായി ബഷീറിന്റെ തേന്മാവ് എന്ന കഥയിലെ യൂസുഫ് സിദ്ദീഖ് എന്ന പേരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുക. ഇതൊക്കെയും ആത്മാവിനെ അറിഞ്ഞുകൊണ്ടുള്ള ആത്മീയതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഒരു നിലപാടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സ്വഭാവത്തിൽ അങ്ങേയറ്റത്തിലുള്ള ധാർമ്മിക പരിവർത്തനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന മനുഷ്യന്റെ അപാരമായ ശേഷിയാണ് കല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രവണതകൾക്കെതിരെ വളരെ ശക്തമായ എന്നാൽ വളരെ ആഴത്തിലുള്ള നിരൂപണങ്ങൾ, വിമർശങ്ങൾ, ചില സംഗതികൾ നമ്മളോട് നേർക്കുനേരെ ഒരു കഥ പറഞ്ഞു പോകും. നമ്മുടെ പല മനോഭാവങ്ങളെയും തിരുത്താൻ അത് പ്രേരകമാകും. വളരെ ഉദാത്തമായിട്ടുള്ള പല ആവിഷ്കാരങ്ങൾ. നമുക്കിടയിൽ പലപ്പോഴും പലതും സ്വീകരിക്കപ്പെടാതെ പോകുന്നത് നമ്മൾ തന്നെ കരുതിയിട്ടുള്ള, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ആശയങ്ങൾ കാരണമാണ്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ കല, ആധ്യാത്മികത എന്നതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമമായ വൈരുദ്ധ്യം. രണ്ടാമത്തത് കലയുടെ ഒരു കച്ചവടവൽക്കരണം. കലയുടെ കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കമ്പോളം സൃഷ്ടിച്ചിട്ടുള്ള കുറെ ധാരണകൾ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. വല്ലാതെ സ്തംഭിച്ചു പോയ ഒരു ദൃശ്യ അനുഭവം. തിലായി എന്ന ഒരു സിനിമ. തിലായി എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ള പേര് ദി ലോ എന്നാണ്. നിയമത്തെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്തായാലും ആ ഒരു സിനിമ കണ്ടപ്പോൾ, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ വിട്ട് പുറത്തു പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തി. അത് വളരെ ലളിതമായൊരു പ്രണയകഥയാണ്. പ്രത്യക്ഷത്തിൽ വേറൊന്നും അതിലില്ല. ഇതത്രയും മനോഹരമായതുകൊണ്ട് എന്നാൽ വീട്ടുകാരും കൂടി ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇതിന്റെ DVD സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇതൊന്ന് ഇട്ടുകൊടുത്തു. പക്ഷെ വീട്ടിലെ സ്ത്രീകൾ ഇരുന്നപ്പോൾ, ഇതൊരു രസകരമായൊരു അനുഭവം, വീട്ടിലെ സ്ത്രീകൾ ഇരുന്ന് കണ്ടപ്പോൾ ബുർക്കിന ഫാസോ എന്ന ആഫ്രിക്കയിലെ പട്ടിണി രാജ്യത്തുള്ള പട്ടിണിക്കോലങ്ങളായ കറുകറുത്ത കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാണും പെണ്ണും തമ്മിൽ പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചിരിക്കാനാണത്. അവരെവിടെയും കണ്ടിട്ടില്ല ഇങ്ങനൊരു പ്രണയം. പട്ടിണിക്കാർ പ്രേമിക്കുകയോ അല്ലെങ്കിൽ കറുത്ത തൊലിക്കാർക്ക് പ്രേമം. അവർ മീര ജാസ്മിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പ്രേമം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രേമം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അവരത് അങ്ങോട്ട് സ്വീകരിക്കുന്നേ ഇല്ല. സത്യത്തിൽ നല്ലൊരു സിനിമ അവരെ കാണിച്ചു കളയാമെന്നുള്ള എൻ്റെ ഒരു ശ്രമം ആ ഒരൊറ്റ കാരണത്താൽ പരാജയപ്പെട്ടു. അവരതങ്ങോട്ട് കാണണ്ടേ? ഈ ആളുകൾ തമ്മിൽ കീറിപ്പറഞ്ഞ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള പട്ടിണിക്കോലങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന ഇവരൊന്ന് കണ്ടിരിക്കണ്ടേ? ഇത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ. ഇപ്പൊ ചോക്ലേറ്റ് പയ്യന്മാർ സൃഷ്ടിക്കപ്പെടുന്നു, ആർത്തത്തിലുള്ള സുന്ദരി പെൺകുട്ടികൾ സൃഷ്ടിക്കപ്പെടുന്നു, അവർ തമ്മിലുള്ള ആട്ടവും പാട്ടും വരുന്നു, അവർ തമ്മിലുള്ള കൂത്താട്ടം ഉണ്ടാകുന്നു, പാട്ടുകൾ ഉണ്ടാകുന്നു, ഡാൻസ് ഉണ്ടാകുന്നു, കെട്ടിപ്പിടുത്തം ഉണ്ടാകുന്നു. അതോടുകൂടി ഒരു സിനിമ ജനിക്കുന്നു, ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നു, അതിന്റെ കച്ചവടം ഉണ്ടാകുന്നു. ഈ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി കമ്പോളം സൃഷ്ടിക്കുന്ന കുറെ ധാരണകൾ. ഞാൻ പറഞ്ഞത് തിലായി എന്ന സിനിമ പ്രത്യക്ഷത്തിലൊരു പ്രണയമാണ്. അവിടെ പ്രണയം എന്ന് പറയുന്ന വികാരം തന്നെയാണ് ആവിഷ്കാരത്തിന്റെ ഒരു ടൂളായിട്ട് മാറുന്നത്. പക്ഷേ ഇതിന്റെ ഒരല്പം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ വല്ലാത്തൊരു സാമൂഹിക വിമർശം അതിനകത്തുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അതിൽ സാഗ എന്ന ഒരു ചെറുപ്പക്കാരൻ, സാഗ എന്ന ചെറുപ്പക്കാരന് നൗമ എന്ന സ്ത്രീയുമായിട്ട് അഗാധമായ പ്രണയമാണ്. സാഗയുടെ പിതാവ് അയാളെ ഒരിക്കൽ ഒരു ദൗത്യ നിർവഹണത്തിന് ദൂരേക്ക് അയച്ചു. ഈ പിതാവ് അങ്ങേയറ്റം കിഴവനും എന്നാൽ ആ ഗ്രാമത്തിന്റെ മുഖ്യനുമാണ്. ആ ഗ്രാമത്തിന്റെ മുഖ്യനാണ്. അതാണ് ദി ലോ എന്ന പേരിന്റെ തന്നെ താല്പര്യം. അയാൾ ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ നിയമം. സാഗ ദൂരെ പോയ അവസരത്തിൽ ഇനി അയാൾ തിരിച്ചു വരില്ല എന്ന് നാട്ടുകാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് കാമുകിയായ നൗമയെ അയാൾ വിവാഹം കഴിച്ചു. ഇത്രയുമാണ് സംഭവം. സാഗ പിന്നീട് തിരിച്ചു വരും. പിന്നീടുണ്ടാകുന്ന വളരെ സംഘർഷാത്മകമായ സ്ഥിതിവിശേഷങ്ങൾ നൗമയും സാഗയും തമ്മിൽ വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അതോടുകൂടി ഗ്രാമത്തിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. സാഗ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ആ ശിക്ഷ നിർവഹിക്കുവാൻ വേണ്ടി സാഗയുടെ ജ്യേഷ്ഠൻ തന്നെയാണ് ചുമതലപ്പെടുത്തപ്പെടുന്നത്. ഇദ്ദേഹത്തിന് സാഗയോടും നൗമയോടും അനുഭവമുണ്ട്, ആ വിപ്ലവകാരികളോട് അനുഭവമുണ്ട്. പക്ഷേ അച്ഛൻ എന്ന അധികാര സ്ഥാനത്തെ പേടിയും. ഇദ്ദേഹം തന്ത്രത്തിൽ സാഗയെ രക്ഷപ്പെടുത്തുകയും കൊന്നതായിട്ട് ധരിപ്പിക്കുകയും ചെയ്യും. ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു, ദൂരെ പോയി ജീവിക്കുന്നു ഭാര്യയും ഭർത്താവുമായിട്ട്. അമ്മ മരിച്ചു എന്നറിഞ്ഞ സന്ദർഭത്തിൽ തിരിച്ചു വരികയാണ് സാഗ. അതോടുകൂടി വീണ്ടും കുഴപ്പമുണ്ടാകുന്നു. ജ്യേഷ്ഠന് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നു. ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരു നിസ്സാരമായൊരു പ്രണയകഥ,
വളരെ നിസ്സാരമായ. മാത്രമല്ല നമ്മുടെ കർമ്മശാസ്ത്ര സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് തന്നെയായാലും അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളൊരു കുട്ടി, അവളുമായിട്ട് വീണ്ടും സ്ഥാപിക്കപ്പെടുന്ന പ്രണയബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഭാവനയാണല്ലോ യഥാർത്ഥത്തിൽ വികസിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ഒരു സാമൂഹികമായ സന്ദേശം, അധികാരസ്ഥാനങ്ങളെ പരിഹസിക്കുക, വിപ്ലവ ശ്രമങ്ങളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുക മുതലായിട്ടുള്ള അങ്ങേയറ്റം തീവ്രമായ ആശയങ്ങൾ അതിന്റെ പിന്നിലുള്ളതായിട്ട് നമ്മൾ കാണും. അധികാരസ്ഥാനങ്ങളെ പരിഹസിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം, ഈ വൃദ്ധൻ ഈ പെണ്ണിനെ വിവാഹം കഴിച്ചു. പക്ഷേ വൃദ്ധന് ഈ പെണ്ണിനെ കൊണ്ടുള്ള ആകെ ഒരു ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്കൊന്ന് പുറഞ്ചൊറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. വേറൊരു സംഗതിക്കും അയാളെ കൊള്ളൂല. അതിന് മാത്രമുള്ള ശേഷി അയാൾക്കില്ല എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അധികാരസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു പ്രതിമയെ സംബന്ധിച്ച് യേശു പറയുന്നതായിട്ട് കസൻ സക്കീസിന്റെ നോവലിലുണ്ടല്ലോ, ആ പ്രതിമയാണ് അധികാരം. അതിന് പ്രൗഢിയുമുണ്ട്, ശക്തിയുമുണ്ട്, സമ്പന്നതയുമുണ്ട്. അതിന്റെ തല സ്വർണം കൊണ്ടുള്ളതും ശരീരം വെള്ളി കൊണ്ടുള്ളതും കൈകൾ ഇരുമ്പ് കൊണ്ടുള്ളതും കാലുകൾ ഓടുകൊണ്ടുള്ളതുമാണ്. പക്ഷേ ക്രിസ്തു പറയുന്നു അതിന്റെ പാദങ്ങൾ മണ്ണ് കൊണ്ടുള്ളതാണ്, വെറും കളിമണ്ണ്. അതുകൊണ്ട് ഒരു കല്ല് പാഞ്ഞു വന്നു, അത് മറിഞ്ഞു വീണു. ദൈവം എറിഞ്ഞ കല്ല്, ഞാനാണ് ആ കല്ല്. പീലാത്തോസ് കേട്ടിട്ട് പറഞ്ഞു, എങ്കിൽ ആ പ്രതിമ റോമാ സാമ്രാജ്യമാണ് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എത്ര മനോഹരമാണ് ആ വർത്തമാനം. പ്രത്യക്ഷത്തിൽ ഗംഭീരമായി തോന്നുന്ന ഈ സാമ്രാജ്യത്വത്തിന്റെ കാൽപാദം, അതിന്റെ നിലപാട് തറ വളരെ ദുർബലമാണ്. ഒരധികാരസ്ഥാനമായിട്ടാണ് ബഷീർ ബർ എന്ന കഥയിൽ ഒരു സുന്ദരിയെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇ പി രാജഗോപാലിന്റെ ഒരു പഠനത്തിൽ വായിച്ചു. അതും വളരെ രസകരമാണ്. ഈ പെണ്ണിനോട് കഥാനായകന് വല്ലാത്തൊരു ആർത്തി തോന്നും, ആ സൗന്ദര്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം. ആ ഭ്രമം ഈ പെണ്ണിനെ ഒരു അഹങ്കാരിയുടെ റോളിലേക്ക് ഉയർത്തുകയാണ്, എന്ന് പറഞ്ഞാൽ ഒരു അധികാരസ്ഥാനത്തിന്റെ റോളിലേക്ക്. പിന്നെ ഇവിടെ കൽപ്പിക്കുന്നു, അവൻ അനുസരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഒരു നാളിൽ, കഥയുടെ ക്ലൈമാക്സ് അങ്ങനെയാണ്, ഒരു നാളിൽ ഈ ചെറുക്കൻ വല്ലാത്തൊരു ആരാധനാ മനോഭാവത്തോടു കൂടി പെണ്ണിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. വീണ്ടും എന്തോ കൽപ്പന പുറപ്പെടുവിക്കാനുള്ള ശ്രമത്തോടു കൂടി പെണ്ണിങ്ങനെ നടന്ന് അടുത്തേക്ക് വരുന്നുണ്ട്. അടുത്തേക്ക് വന്ന് ഏതാണ്ട് അടുത്തെത്തിയപ്പോഴും ബർറ് എന്ന ഒരു ശബ്ദം, കഥയുടെ പേരും അത്, ബഷീറിന് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റൂ. ബർറ് എന്ന ഒരു ശബ്ദം, കൂടെ ഒരു നാറ്റവും. ഈ കഥാനായകൻ മൂക്കും പൊത്തിയിട്ട് മതില് കയറി മറിഞ്ഞ് ഓടിയതിന്റെ ഒരു വിവരണമാണ് പിന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു അധികാരസ്ഥാനം, തങ്ങളോട് തോന്നുന്ന ഒരു ഭ്രമം ഉപായമാക്കിക്കൊണ്ട്, ഉപകരണമാക്കിക്കൊണ്ട് തങ്ങളുടെ മേലാളത്വം നിലനിർത്തുന്ന ഒരു പിതൃസ്ഥാനം, ആ സ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദൗർബല്യത്തെയാണ് വളരെ ഭംഗിയായിട്ട് അവിടെ പരിഹസിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു വിപ്ലവത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. അതാണ് ഇതിലും കാണുന്നത്. ഈ അച്ഛനെന്ന് പറയുന്നത് കേവലം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറം ആ ചെറുപ്പക്കാരിയായ പെണ്ണിനെ അയാൾക്ക് യാതൊരു ആവശ്യമില്ല. ഏതായിരുന്നാലും ഇവിടെ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു. സാഗ, അതുപോലെ നൗമ, ഇവർ വിപ്ലവകാരികളാണ്. അതേ അവസരത്തിൽ സാഗയുടെ ജ്യേഷ്ഠൻ നമ്മളെപ്പോലെ നിസ്സംഗരായ പൊതുജനങ്ങളുടെ ഒരു പ്രതീകമാണ്. അച്ഛനോട് അയാൾക്ക് അമർഷമുണ്ട്, പക്ഷെ പേടിയുണ്ട്. ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല. അനിയനോട് അങ്ങേയറ്റത്തെ അനുഭാവം. എന്നാൽ ഈ പടം അവസാനിക്കുമ്പോഴേക്കും സാഗ മരിച്ചു. പിന്നെ നമ്മൾ രണ്ട് പേരെ അതിൽ കാണുന്നുണ്ട്. ഒന്ന് നൗമയുടെ അനുജത്തി, തീപ്പൊരി മനസ്സിലേറ്റ് നടക്കുന്നവൾ. രണ്ടാമത്തത് നൗമയുടെ ഗർഭത്തിലുള്ള ശിശു. ഭാവി വിപ്ലവകാരികളുടേതാണ്, പരിവർത്തനകാരികളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാമൂഹിക വിപ്ലവത്തെ പറ്റി പറയുന്നിടത്ത് പ്രണയം എന്ന ഒരു ആധ്യാത്മിക വികാരത്തെ, അതങ്ങനെയാണല്ലോ. പെണ്ണിന്റെ മണത്തെ സംബന്ധിച്ച് മതിലുകളിൽ ബഷീർ പറയുമ്പോൾ ഒരു വർത്താനം പറയുന്നത്, അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഏദനിൽ ആദമായിട്ട് ഞാൻ ഉണർന്നപ്പോൾ അനുഭവിച്ച ഹവ്വയുടെ അതേ മണം. അതിന്റെ അപ്പുറത്തുനിന്നൊരു പെണ്ണിന്റെ മണം വരും. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏദനിൽ ആദമായിട്ട് ഞാൻ ഉണർന്നപ്പോൾ, ആ ഉണർവ് ആത്മീയതയിലേക്കുള്ളൊരു ഉണർവാണ്, സാമൂഹിക ജീവിതത്തിലേക്കുള്ളൊരു ഉണർവുമാണ്. അങ്ങനെ ഉണരുമ്പോൾ ഹവ്വയുടെ മണമായി ഞാൻ അനുഭവിച്ച ഹവ്വയുടെ അതേ മണം. ഇരുപത്തിൽ പ്രണയത്തിന്റെ ഒരു ആധ്യാത്മിക തലത്തെ, ഈ ഒരു ആധ്യാത്മികതയെ ഉപയോഗിച്ചുകൊണ്ടാണ് സാമൂഹികമായ പരിവർത്തനത്തിനുള്ള ശക്തമായ ആഹ്വാനം ഈ സിനിമയുടെ സ്രഷ്ടാവ്, അദ്ദേഹത്തിന്റെ പേര് ഇദ്രീസ ഓഡ്രോഗോ എന്നാണ്, ബുർക്കിന ഫാസോ എന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു സിനിമയാണ്. വളരെ ദരിദ്രമായ സിനിമ, കച്ചവടമായി വികസിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം.
അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിലും മനുഷ്യന്റെ ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തെ അംഗീകരിക്കുകയും അതിൽ നിന്നുള്ള കലയുടെ ഉത്ഭവത്തെ വിവരിക്കുകയും എന്നിട്ട് ആ കലയെ ഒരു വലിയ വിപ്ലവത്തിനുള്ള ആയുധമായി വികസിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണും. അപ്പോൾ ഈ രൂപത്തിൽ കല, അതിന്റെ ആധ്യാത്മികത, അതിന്റെ സാമൂഹികത മുതലായിട്ടുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തനിമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ തനിമ ഉദ്ദേശിക്കുന്നു എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഈ ഒരു സന്ദേശത്തിന്റെ, ഈ ഒരു ആശയത്തിന്റെ ശക്തമായ നിലനിൽപ്പ് നമ്മുടെ ഭാവി ജീവിതത്തിന്റെ ധാർമ്മികതയിലേക്ക്, നമ്മുടെ ഭാവി ജീവിതത്തെ യഥാർത്ഥത്തിൽ തന്നെ വികസിപ്പിക്കുന്നതിന്, ശക്തമാക്കുന്നതിന് അല്ലെങ്കിൽ ഭദ്രമാക്കുന്നതിന് വളരെ അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവാണ് തനിമ വെച്ച് പുലർത്തുന്നത്. ആ അർത്ഥത്തിലുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ വളരെ കൂടുതലായിട്ട് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയേക്കും. എന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ 6:30 ഈ സെഷൻ അവസാനിപ്പിക്കണമെന്ന് ആദ്യം തീരുമാനിക്കുകയും എന്നാൽ ഇപ്പോഴൊരു നോട്ടീസിൽ 6:20 നിർത്തണം എന്ന ഒരു കുറിപ്പ് എന്നെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വാച്ച് ശരിയാണെങ്കിൽ ഇപ്പം 6:18 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം, സൗന്ദര്യമുള്ള ജീവിതം എന്ന് പറയുമ്പോഴും തനിമ ഉദ്ദേശിക്കുന്നത് ഇപ്പറയുന്ന കലയുടെ ആധ്യാത്മിക സാമൂഹിക പ്രസക്തിയുടെ വീണ്ടെടുപ്പ് എന്നത് തന്നെയാണ് എന്നുകൂടി ആ വിഷയത്തിൽ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം. വേദിയിലിരിക്കുന്ന മഹത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സദസ്സിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശാന്തിയും കടാക്ഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമ്മേളനങ്ങളുടെ സമാപനം ആണ് ഈ പ്രഖ്യാപന സമ്മേളനത്തോടുകൂടി ആരംഭിക്കാൻ പോകുന്നത്. തീർച്ചയായും ഇതിനുശേഷം കലാപരിപാടികളുടെ ഒരു സെഷൻ കൂടിയുണ്ട്. പക്ഷേ സമ്മേളനങ്ങൾ നമ്മൾ രാവിലെ മുതൽ പല സെഷനുകളും